ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ തകർന്നടിഞ്ഞ ഔദ്യോഗിക വസതിയുടെ ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ ഭരണകൂടം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത വ്യോമാക്രമണത്തിൽ ഖൊമേനിയുടെ വസതി പൂർണ്ണമായും തവിട് പൊടിയായി എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ. അതീവ സുരക്ഷിതമെന്ന് രാജ്യം കരുതിയിരുന്ന ഭൂഗർഭ ബങ്കറുകളെ പോലും തകർത്ത് കളഞ്ഞ ഈ ഭീകരമായിട്ടുള്ള ആക്രമണത്തിൽ എല്ലും പല്ലും മാത്രം അവശേഷിപ്പിക്കുന്ന വിധം സകലതും ഇല്ലാതാക്കിയ അതിശക്തമായ ബോംബുകളുടെ ഭീകരതയാണ് ഈ ഔദ്യോഗിക അവശിഷ്ടങ്ങൾ വെളിപ്പെടുത്തുന്നത്. ബുധനാഴ്ച ഖമേനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഇറാന്റെ സർക്കാർ ടെലിവിഷനിലൂടെയുമാണ് ലോകത്തെ ഞെട്ടിച്ച ഈ വീഡിയോ ഇറാൻ പുറത്തുവിട്ടത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇമാം ഖൊമൈനി ഹുസൈനിയയ്ക്ക് നേരെ അമേരിക്ക നടത്തിയ ഭീരുത്വപരമായിട്ടുള്ള ആക്രമണം എന്ന അടിക്കുറിപ്പോടെയാണ് 35 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ പ്രചരിക്കുന്നത്. മധ്യ ടെഹ്റാനിൽ ഖൊമൈനി പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുന്നതിനും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുമൊക്കെ ഉപയോഗിച്ചിരുന്ന ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഇമാം ഖൊമൈനി ഹുസൈനിയ ഹാൾ ഇന്ന് വെറും മണ്ണും കോൺക്രീറ്റും അവശിഷ്ടങ്ങളുമായി മാറിയിരിക്കുന്നു. കെട്ടിടത്തിന്റെ വമ്പൻ ഇരുമ്പ് ബീമുകൾ പോലും തകർച്ചയുടെ ആഘാതത്തിൽ പൂർണ്ണമായും വളഞ്ഞുപോയ നിലയിലാണ് കാണപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ഈ പരമാധികാര കേന്ദ്രത്തിന് നേരെ 2 തവണയാണ് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്. ഫെബ്രുവരി 28-നായിരുന്നു ആദ്യ ആക്രമണം, ഖൊമേനി കൊല്ലപ്പെട്ട ആക്രമണം. അതിനുശേഷം മാർച്ച് മാസത്തിലും ഇവിടെ വീണ്ടും ബോംബുകൾ പതിച്ചു. വസതിക്ക് താഴെ അതീവ രഹസ്യമായി സ്ഥിതി ചെയ്തിരുന്ന ഇറാന്റെ വലിയൊരു ഭൂഗർഭ കമാൻഡ് സെന്ററിനെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ആഗോള പ്രതിരോധ സംവിധാനങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അത്യാധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഖമേനി കൊല്ലപ്പെട്ട ഈ മാരകമായിട്ടുള്ള ആക്രമണം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടപ്പിലാക്കിയത്. അതേസമയം ഈ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖൊമേനിയുടെ ഭൗതിക ശരീരം ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള മഷ്ഹദിൽ സംസ്കരിക്കുകയാണ്. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയായി ഇറാന്റെ വിവിധ നഗരങ്ങളിൽ തുടരുന്ന വലിയ വിലാപയാത്രയ്ക്ക് സമാപനമാകും. ഇറാന്റെ ടെഹ്റാൻ, കോം എന്നിവിടങ്ങളിലൂടെയും ഇറാഖിലെ ഷിയ പുണ്യനഗരങ്ങളായിട്ടുള്ള നജഫ്, കർബല എന്നിവിടങ്ങളിലൂടെയും കടന്നുപോയ ഈ വിലാപയാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വൻ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ വിലാപയാത്ര പൂർത്തിയാകുന്നത്. സ്വന്തം പരമോന്നത നേതാവിന്റെ വസതി തകർന്നടിഞ്ഞ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിടുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ പ്രതികാര ചിന്ത വളർത്താനുള്ള ഒരു തന്ത്രം കൂടിയാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ എത്ര വലിയ സുരക്ഷിത കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ വെറും മൺകൂനയായി മാറും എന്ന കടുത്ത യാഥാർത്ഥ്യമാണ് ലോകത്തിന് മുന്നിൽ ഈ അവശിഷ്ടങ്ങൾ തെളിയിക്കുന്നത്.